കിട്ടാനുള്ള പണം വെറുതെ അങ്ങ് മറന്നു കളയാൻ നമുക്ക് പറ്റില്ല. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് പല കാരണങ്ങളാൽ ചിലർ ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന പണത്തെക്കുറിച്ചാണ്. അങ്ങനെ EPF അക്കൗണ്ടിൽ കിടക്കുന്ന പണം നേരിട്ട് ബാങ്കിലേക്ക് എത്താൻ പോകുന്നു, അപേക്ഷ പോലും നൽകാതെ. പഴയ ജോലി വിട്ട ശേഷം പിന്നീട് ഉപയോഗിക്കാതിരുന്ന EPF അക്കൗണ്ടുകളുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വാർത്തയാണ്. രാജ്യത്ത് ഏകദേശം 7 ലക്ഷത്തിലധികം ഇനോപ്പറേറ്റീവ് EPF അക്കൗണ്ടുകൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 1000 രൂപ വരെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണ് കൂടുതലും. ഈ പണം വെറുതെ കിടക്കാതെ നേരിട്ട് അക്കൗണ്ട് ഉടമയുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പദ്ധതി. ആധാറുമായി ലിങ്ക് ചെയ്ത EPF അക്കൗണ്ട് ആണെങ്കിൽ പണം ഓട്ടോമാറ്റിക്കായി ബാങ്കിലേക്ക് എത്തും. ആകെ തുക 30 കോടിയിലധികം രൂപയാണ്. അക്കൗണ്ട് ഉടമ മരിച്ചിട്ടുണ്ടെങ്കിൽ നോമിനിക്കോ അവകാശിക്കോ തുക ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ EPF അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉടൻ പരിശോധിക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആണോ എന്നും ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ പണം ലഭിക്കാൻ തടസ്സമുണ്ടാകും. ഇത്തരത്തിലുള്ള ഫിനാൻസ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.